ഹല്ലേലൂയ. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, വചനാഭിഷേകത്തിലേക്ക് സ്വാഗതം. ഇന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയിരിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 34-ാമത്തെ തിരുവചനമാണ്. ദൈവത്തിൻ്റെ ജീവിക്കുന്ന വചനം ഇപ്രകാരം വെളിപ്പെടുത്തിയിരിക്കുകയാണ്. 9-ാം മണിക്കൂറായപ്പോൾ യേശു ഉച്ചത്തിൽ നിലവിളിച്ചു, ഏലോയ് ഏലോയ് ലാമാ സബ്താനി. അതായത്, എൻ്റെ ദൈവമേ നീ എന്നെ ഉപേക്ഷിച്ചത് എന്തുകൊണ്ട്? ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇന്നേ ദിവസം ഈ തിരുവചനം ധ്യാനിക്കുമ്പോൾ ഈശോ കുരിശിൽ കടന്നുകൊണ്ട് നിലവിളിച്ചത് നമ്മുടെ പാപങ്ങളെ ഓർത്താണ്, നമ്മുടെ നിത്യരക്ഷയെ ഓർത്താണ്, നമ്മുടെ വീണ്ടെടുപ്പിനെ ഓർത്താണ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഈശോയുടെ കുരിശിൻ്റെ ബലിയുടെ യോഗ്യതയിലാണ് നമ്മളിന്ന് ഭൂമിയിലായിരിക്കുന്നത്. പരിശുദ്ധ കുർബാനയുടെ യോഗ്യതയിലാണ് നമ്മളിന്ന് ഭൂമിയിലായിരിക്കുന്നത്. അയോഗ്യതയോടെ ദിവ്യാനീശോയെ സ്വീകരിക്കുന്നതോർത്താണ് ഈശോ നിലവിളിക്കുന്നത്. ഹല്ലേലൂയ. അതായത് വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്ത്യക്കാർക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിൻ്റെ അതിൻ്റെ 11-ാം അധ്യായത്തിൻ്റെ 27 മുതൽ 30 വരെയുള്ള തിരുവചനത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഇങ്ങനെയാണ്: തന്മൂലം ആരെങ്കിലും അയോഗ്യതയോടെ കർത്താവിൻ്റെ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്താൽ അവൻ കർത്താവിൻ്റെ ശരീരത്തിനും രക്തത്തിനുമെതിരെ തെറ്റ് ചെയ്യുന്നു. അതിനാൽ ഓരോരുത്തരും ആത്മശോധന ചെയ്തതിന് ശേഷം ഈ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ ശരീരത്തെ വിവേചിച്ചറിയാതെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവൻ തൻ്റെ തന്നെ ശിക്ഷാവിധിയാണ് ഭക്ഷിക്കുന്നതും പാനം ചെയ്യുന്നതും. നിങ്ങളിൽ പലരും രോഗികളും ദുർബലരും ആയിരിക്കുന്നതിനും ചിലർ മരിച്ചുപോയതിനും കാരണം ഇതാണ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ ശരീരവും രക്തവും യോഗ്യതയോടെ സ്വീകരിക്കണം. അയോഗ്യതയോടെ സ്വീകരിച്ചാൽ അത് തൻ്റെ തന്നെ ശിക്ഷാവിധിയാണ്. കർത്താവ് വളരെ വ്യക്തമായി വെളിപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഇന്ന് നമ്മൾ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ കുമ്പസാരം എന്ന കുദാശ, അനുരഞ്ജന കുദാശയിലൂടെ നമ്മൾ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് വിശുദ്ധിയോടെ ദിവ്യാനീശോ സ്വീകരിച്ച് നമുക്ക് വിശുദ്ധരാകാം. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ആമേൻ.